Good evening, all of you. We are discussing module 3. So till now we completed the concepts of adder, okay, half adder, full adder, circuits, then a ripple carry adder. So ഈ മൂന്ന് concept then implemented all these circuits with the help of hardware description language. ഇത്രയാണ് നമ്മൾ പഠിച്ചത് അല്ലേ? ഓക്കെ, ഈ കോൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഞാനൊരു ഹലോ ഓക്കെ, ഞാനിനി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. നമ്മൾ എന്തിനാണ് ഈ ആഡർ സർക്യൂട്ട് പഠിച്ചത്? ഇതിന് എന്തെങ്കിലും ആപ്ലിക്കേഷൻ ഉണ്ടോ റിയൽ ലൈഫായിട്ട്? ഇസ് ദർ എനി ആപ്ലിക്കേഷൻ? എന്തിനാണ് നമ്മൾ ഈ സർക്യൂട്ട് പഠിച്ചത്? ആരെങ്കിലും ഈ ഒരു സർക്യൂട്ട് യൂസ് ചെയ്തിട്ടുണ്ടോ റിയൽ ലൈഫിൽ? ഹലോ. ടു പെർഫോം മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്. ഓക്കെ, അപ്പോൾ കുറച്ച് പേരുടെ ആൻസർ എന്ന് പറയുന്നത് കാൽക്കുലേറ്ററിൽ യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ്. വേറെ എവിടെയെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ ആഡർ സർക്യൂട്ട് അപ്പാർട്ട് ഫ്രം കാൽക്കുലേറ്റർ? സോ വൺ ആപ്ലിക്കേഷൻ നിങ്ങൾ പറയുന്നത് കാൽക്കുലേറ്റർ എന്ന് പറയുന്ന പ്രൊഡക്റ്റിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കാൽക്കുലേറ്റർ. ഇനി വേറെ എന്തെങ്കിലും? ഞാൻ ചെറിയൊരു പേരൂടെ എഴുതാൻ എന്താണ് സംഭവം എന്ന് പറയണം. ALU എന്ന് കേട്ടിട്ടുണ്ടോ? ALU. How many of you heard about ALU? Arithmetic Logic Unit. Okay. എന്താണ് ഈ അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റിന്റെ ഫംഗ്ഷൻ? എവിടെയാണ് ALU നമ്മൾ യൂസ് ചെയ്യുന്നത്? ഓക്കെ, മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ. ALU നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഏത് പ്രൊഡക്റ്റിലാണ് ALU ഉള്ളത്? ഓക്കെ, ടു പെർഫോം അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ്. ഇത് എവിടെയാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് ഉള്ളത്? ALU ഉള്ള പ്രൊഡക്റ്റിന്റെ പേര് പറയാമോ? ഓക്കെ, ഒരു പ്രൊഡക്റ്റ് പറഞ്ഞു മൈക്രോ കൺട്രോളർ. ഓക്കെ, വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റ്? Another is micro processor. Very good. Processor. ആരെങ്കിലും ഈ പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ടുണ്ടോ? മൈക്രോ കൺട്രോളർ യൂസ് ചെയ്തിട്ടുള്ള എത്ര പേരുണ്ട്? ഓക്കെ, ഏത് മൈക്രോ കൺട്രോളർ ആണ് യൂസ് ചെയ്തത്? 8051. ഓക്കെ, അപ്പൊ മൈക്രോ കൺട്രോളർ യൂസ് ചെയ്തിട്ടുള്ള കുട്ടികൾ ഈ ക്ലാസ്സിലുണ്ട്. മൈക്രോ പ്രൊസസർ യൂസ് ചെയ്തിട്ടുള്ള എത്ര പേരുണ്ട്? പ്രൊസസർ യൂസ് ചെയ്തിട്ടുള്ളവര്? ഈ കമ്പ്യൂട്ടർ ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് മൈക്രോ പ്രോസസർ ഉണ്ടാവൂലേ സാറേ? ഓക്കെ, അപ്പോൾ പ്രൊസസർ യൂസ് ചെയ്യുന്ന ഒരാളുണ്ട്, കമ്പ്യൂട്ടറിൽ പ്രൊസസർ ഉണ്ടെന്നാണ് ആൻസർ. ഇവിടെ മാത്രമേ ഉള്ളൂ, വേറെ എവിടെയെങ്കിലും ഉണ്ടോ പ്രൊസസർ കമ്പ്യൂട്ടറിലല്ലാതെ? ഓക്കെ, മൊബൈൽ ഫോൺസിൽ പ്രൊസസർ ഉണ്ട്. നിങ്ങൾ ടൈം കിട്ടുമ്പോഴത്തേക്കും നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ മൊബൈൽ ഫോൺ എടുത്തിട്ട് അതിൽ ഏത് പ്രൊസസറാണെന്ന് നോക്കുക. ഡിഫറെൻറ്റ് പ്രൊസസർ ഉണ്ടാവും. സ്നാപ്ഡ്രാഗൺ
പിന്നെ ഏതൊക്കെ പ്രൊസസ്സറാണുള്ളത്? സാംസങ്ങിന്റെ പ്രൊസസ്സർ ഉണ്ട് അല്ലേ? സ്നാപ്ഡ്രാഗൺ ഏത് കമ്പനിയുടെ ആയിരുന്നു? ക്വാൽക്കം എന്ന് കേട്ടിട്ടുണ്ടോ? പല പ്രൊഡക്ട്സിലും ക്വാൽക്കത്തിന്റെ പ്രൊസസ്സർ ഉണ്ട്. അതുപോലെ തന്നെ സാംസങ്ങിന്റെ അവരുടേതായിട്ടുള്ള പ്രൊസസ്സർ ഉണ്ട്. അങ്ങനെ ഡിഫറെന്റ് കമ്പനീസ് പ്രൊസസ്സർ ബിൽഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ, അതുപോലെ തന്നെ എത്ര പേര് വാഷിംഗ് മെഷീൻ യൂസ് ചെയ്തിട്ടുണ്ട്? ഓക്കെ. വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യുന്നവർക്ക് അറിയാം. നിങ്ങൾ എന്താണ് വാഷിംഗ് മെഷീനിൽ ചെയ്യുന്നത്? നിങ്ങൾ ഡിഫറെന്റ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും. ആ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് വാഷിംഗ് മെഷീൻ, ചിലത് സെമി ഓട്ടോമാറ്റിക് ആയിരിക്കും, ചിലത് ഫുള്ളി ഓട്ടോമാറ്റിക് ആയിരിക്കും. അപ്പോൾ ഈ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനിൽ എന്താ സംഭവിക്കുന്നത്? നിങ്ങളൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കും, അതനുസരിച്ചിട്ട് അതിന്റെ പ്രൊസസ്സർ അല്ലെങ്കിൽ അതിന്റെ അകത്തുള്ള ALU അതിന്റെ ഡിഫറെന്റ് ഓപ്പറേഷൻസ് നമുക്ക് വേണ്ടി പെർഫോം ചെയ്തു തരും. അപ്പോൾ നമ്മൾ ലോകത്ത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മൊബൈൽ ഫോൺ ആയിക്കോട്ടെ, കമ്പ്യൂട്ടർ ആയിക്കോട്ടെ, whether it is washing machine, microwave oven, or in our automobiles, നമ്മുടെ കാറിലൊക്കെ എന്തുണ്ട്? മൈക്രോ കൺട്രോളർ അല്ലെങ്കിൽ മൈക്രോ പ്രൊസസ്സർ ഉണ്ട്. ഇതിലകത്തുള്ള എല്ലാത്തിലുമുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു ബ്ലോക്കാണ് ALU, അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. ഇതില്ലാതെ നമുക്ക് ഒരിക്കലും ഒരു പ്രൊഡക്റ്റും മൈക്രോ കൺട്രോളർ ബേസ് അല്ലെങ്കിൽ മൈക്രോ പ്രൊസസ്സർ ബേസ് ആയിട്ടുള്ള ഒരു സിസ്റ്റം യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അതിൽ ALU ബേസിക് ആയിട്ട് ചെയ്യുന്ന ഓപ്പറേഷൻസ് ആണ് ALU ഓപ്പറേഷൻസ്. ഏതൊക്കെയായിരുന്നു? അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ഉണ്ട്. അത് ഏതൊക്കെയായിരുന്നു? അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ദെൻ ലോജിക്കൽ ഓപ്പറേഷൻസ് ഏതൊക്കെയായിരുന്നു? ആൻഡ്, ഓർ, നോട്ട്, XOR, XNOR, അങ്ങനെ ഒരുപാട് ഓപ്പറേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഓപ്പറേഷൻസ് എല്ലാം ചെയ്യാനായിട്ട് മൈക്രോ പ്രൊസസ്സർ ആൻഡ് മൈക്രോ കൺട്രോളർസിൽ യൂസ് ചെയ്യുന്നിട്ടുള്ള ഒരു മൊഡ്യൂളാണ് ALU. അപ്പോൾ ഈ ALUവിന്റെ അകത്ത് ഉള്ള ലോജിക് സർക്യൂട്ട്സിൽ ഒരു സർക്യൂട്ടാണ് ആഡർ. അപ്പോൾ ഈ ആഡറിന്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് ആണ് നമ്മളിപ്പോൾ പഠിച്ചത്. നമ്മൾ ഇതിൽ ബേസിക് ആയിട്ട് പഠിച്ചത് ഒരു 1 ബിറ്റിന്റെ ഹാഫ് ആർഡർ പഠിച്ചു, ഒരു ഫുൾ ആർഡർ പഠിച്ചു. ദെൻ ഈ ഫുൾ ആർഡറിന്റെ മൊഡ്യൂൾ ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു 4 ബിറ്റിന്റെ റിപ്പിൾ ക്യാരി ആർഡർ പഠിച്ചു. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇനി നമുക്ക് സബ്ട്രാക്ടർ ഒന്ന് പഠിക്കാം. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് സബ്ട്രാക്ടറാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഹയർ സെമസ്റ്ററിൽ വരുന്ന മൈക്രോ കൺട്രോളർ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട്. ഈ സബ്ജക്ട്സിൽ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സമയത്ത് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യും. Okay, now we are going to start the subtractor. സബ്ട്രാക്ടറിന്റെ കോൺസെപ്റ്റ് നോക്കാം. 0 minus 0. What is the difference? What is the borrow? Difference എന്താണ്? Borrow എന്താണ്? 0 minus 0. ട്രൂത്ത് ടേബിൾ. അഗൈൻ ട്രൂത്ത് ടേബിൾ ഉണ്ട്. ആദ്യം ഹാഫ് സബ്ട്രാക്ടർ ആണ് ചെയ്യുന്നത്. A, B, ഡിഫറൻസ് ആൻഡ് borrow. 2 inputs and 2 outputs. If both inputs are 0, what is the difference and what is the borrow? 0 minus 0. Difference എന്താണ്? 0. Borrow 0. Now next condition നോക്കാം. 0 minus 1 എന്തായിരിക്കും വരിക? 0 minus 1 എന്ന് പറയുമ്പോൾ 0 എന്ന് 1 സബ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ വേറൊരു പൊസിഷനിൽ നിന്ന് ഒരു ബോറോ കടമെടുക്കും, അല്ല ഒരു 1 കടമെടുക്കും. അതിനാണ് ബോറോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ കിട്ടും, 1 0 എന്ന് കിട്ടും. 1 0 മൈനസ് 1 എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ 1 കിട്ടും. അതുകൊണ്ട് 0 1 എന്ന് പറയുമ്പോൾ ഡിഫറൻസ് 1 വരും. ഈ 1 വരാനുള്ള കാരണം ഈ 0യിലേക്ക് നമ്മളൊരു 1 ബോറോ ചെയ്തുകൊണ്ടാണ്. ഓക്കെ, വാട്ട് അബൌട്ട് 1 മൈനസ് 0? നോർമൽ ആണ്. 1 മൈനസ് 0 എന്ന് പറയുമ്പോൾ 1 നിന്നും 0 സബ്ട്രാക്ട് ചെയ്യും. ഡിഫറൻസ് വിൽ ബി 1, ബോറോ വിൽ ബി 0. വാട്ട് ഈസ് 1 മൈനസ് 1? 1 മൈനസ് 1 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 1 മൈനസ് 1
1 മൈനസ് 1 എന്തായിരിക്കും? 1 നിന്ന് 1 സബ്ട്രാക്ട് ചെയ്തു. ഡിഫറൻസ് എന്തായിരിക്കും? ബോറോ എന്തായിരിക്കും? ഡിഫറൻസ് വിൽ ബി 0. ബോറോ എന്തെങ്കിലും ബോറോ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? 0. ഓക്കെ, ഇങ്ങനെയാണ് കിട്ടുന്നത്. ക്ലിയർ ആണോ? ഇതിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാനുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഇതാണ്, 0 മൈനസ് 1. ഈ ഒരു കണ്ടീഷൻ വരുമ്പോൾ 0 എന്ന് 1 ഒരിക്കലും നമുക്ക് സബ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇതിലേക്ക് 1 ആഡ് ചെയ്യും, 1നെ ബോറോ ചെയ്യും. സോ 1 0 എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് പോകും. അപ്പൊ ബേസിക്കലി ഇത് 2 ആണ്. 2 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ് കിട്ടുക. ബോറോ 1 ഉണ്ടായിരിക്കും. സോ ദിസ് ഈസ് ദ ഡിഫറൻസ് ആൻഡ് ദിസ് ഈസ് ദ ബോറോ. ഓക്കെ, സോ നൗ നമ്മൾക്ക് ട്രൂത്ത് ടേബിൾ കിട്ടി. നമുക്ക് വേണ്ട മൊഡ്യൂൾ എന്ന് പറയുന്നത് ഹാഫ് സബ്ട്രാക്ടർ മൊഡ്യൂൾ ആണ്. 2 ഇൻപുട്സ് A and B, 2 outputs difference and borrow. This is the objective. ഇനി നമ്മൾ എന്ത് ചെയ്യണം? What is the next step? K-map വരയ്ക്കണം. So in K-map 2 വേരിയബിൾ K-map ആണ് വേണ്ടത്. ഇൻപുട്സ് A, B, 1 K-map for difference. This is for difference, and another K-map for borrow. This is for the borrow. Okay. ഞാനിവിടെ വേരിയബിൾ ഇതിന് BO എന്ന് കൊടുക്കുകയാണ്, കാരണം ഇൻപുട്ടിൽ നമ്മൾ BO കൊടുത്തിരിക്കുന്നത്. സോ BO, ബോറോ ഔട്ട് എന്ന് കൊടുക്കുക. ട്രൂത്ത് ടേബിൾ ആണെങ്കിലും ബോറോ ഔട്ട്, അല്ലെങ്കിൽ 2 വേരിയബിളും ഒരേപോലെ ഇരിക്കും. നൗ ഇൻപുട്ട് കണ്ടീഷൻ വി നോ 0 1 ആണ്, ഇവിടെയും 0 1 ആണ്. സോ 0 0 ഇസ് ദ ദിസ് ബ്ലോക്ക്, 0 1 ദിസ് ബ്ലോക്ക്, 1 0 1 1, 0 0 0 1 1 0 1 1. Now tell me about the difference. Difference in output വരുന്ന 1 വരുന്ന കണ്ടീഷൻസ് ഏതൊക്കെയായിരുന്നു ട്രൂത്ത് ടേബിളിൽ? 2 കണ്ടീഷൻ ആയിരുന്നു, 0 1 and 1 0. These are the 2 conditions. So 0 1 is 1, 1 0 is 1. This is the group. For this one 0 1 0 1, 0 minus 1 എന്ന് പറയുന്ന കണ്ടീഷൻ ഏതാണ്? ഇതായിരുന്നു കണ്ടീഷൻ, 0 1. This was the condition, 0 1. A equal to 0, B equal to 1. A equal to 0, B equal to 1. This was the condition. For this condition, you are getting a group. Now tell me the functions. Difference in the function എന്തായിരിക്കും? ബോറോയുടെ ഫംഗ്ഷൻ എന്തായിരിക്കും? Just tell me. ആരെങ്കിലും ഒന്ന് പറയാമോ? What will be the function for difference? What will be the function for borrow? Okay, so difference is A B bar plus A bar B, and borrow ഒറ്റ ഒരു ഫംഗ്ഷൻ ഉള്ളൂ, പെട്ടെന്ന് പറയാലോ, A bar B. ഓക്കെ, നമുക്കിപ്പോ
difference വേരിയബിൾ കിട്ടി. ഫോർ ഡിഫറൻസ് വി ഹാവ് എ എക്സ് ഓർ ബി. നമുക്കറിയാം എ ബി ബാർ പ്ലസ് എ ബാർ ബി എന്ന് പറയുന്നത് എക്സ് ഓർ ബി ആണ്. ദെൻ ബോറോ ഔട്ട് ഫംഗ്ഷൻ ഈസ് എ ബാർ ബി. ഈ രണ്ട് ഫംഗ്ഷൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. സോ അവർ സർക്യൂട്ട് ഡയഗ്രാം വിൽ ബി one XOR gate. You need to fed this to here A B, then this will be the difference, then complement A, then we use the AND gate. This will be the for out. So this is the circuit diagram of our system. Clear ano? സബ്ട്രാക്ടറും ആഡറും തമ്മിലുള്ള ഓൺലി ഡിഫറൻസ് എന്ന് പറയുന്നത് ബോറോഡ് സർക്യൂട്ടിലാണ്. ഹിയർ വി ഹാവ് എ നോട്ട് ഗേറ്റ്. ഈ ഒരു മിൻ ടൈമിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ ആഡറും സബ്ട്രാക്ടറും തമ്മിൽ ഇനി മാറിപ്പോവോ? നൗ നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഫുൾ സബ്ട്രാക്ടർ. ഫുൾ സബ്ട്രാക്ടർ. അപ്പോൾ ഫുൾ സബ്ട്രാക്ടർ എന്ന് പറയുമ്പോൾ ഇൻപുട്ട് എന്ന് പറയുന്നത് എ ബി ബോറോ ഇന്ന് കൊടുക്കാം. ക്യാരി ഇന്ന് പറഞ്ഞാൽ ഞാൻ ബോറോ ഇന്ന് കൊടുക്കാണ്. ദെൻ ഡിഫറൻസ്, ദെൻ ബോറോ ഔട്ട്. ഓക്കെ, സോറി. ഇതിന്റെ ട്രൂത്ത് ടേബിൾ ഒന്ന് പറയാമോ? പ്ലീസ് ടെൽ മീ ദ ട്രൂത്ത് ടേബിൾ. ഹൗ മെനി ഇൻപുട്ട് കണ്ടീഷൻസ്? 8 ഇൻപുട്ട് കണ്ടീഷൻ. 3 ഇൻപുട്ടാണ് ഉള്ളത്. 0 0 0 0 0 1 0 1 0 0 1 1 1 0 0 1 0 1 1 1 0 1 1 1. Now please tell me the outputs. ഡിഫറൻസിന്റെയും ബോറോയുടെ ഔട്ട്പുട്ട് ഒന്ന് പറയാമോ? ഫസ്റ്റ് വൺ എന്തായിരിക്കും? ഡിഫറൻസിന്റെ വാല്യൂ 0. സെക്കൻഡ് എന്തായിരിക്കും? സെക്കൻഡ് ഡിഫറൻസ്. ആദ്യം ഡിഫറൻസ് കോളം കംപ്ലീറ്റ് ചെയ്യാം. ദെൻ വി വിൽ ഗോ ടു ബോറോ. സെക്കൻഡ് വാല്യൂ എന്തായിരിക്കും? സെക്കൻഡ് ചെയ്യാണ്. ആദ്യം 0 - 0 ചെയ്തു. 0 - 0 ചെയ്യുമ്പോൾ 0 തന്നെയാണ്. ദെൻ അഗെയിൻ ഈ റിസൾട്ടിനെ ഇതായിട്ട് സബ്ട്രാക്ട് ചെയ്തു. സോ 0 - 0. അപ്പൊ എന്ത് കിട്ടി? സം വിൽ ബി, ഡിഫറൻസ് വിൽ ബി 0 അല്ലേ? 0 ആണോ 1 ആണോ? 0 - 1 1 അല്ലേ? ഇവിടെ 1 വരും. എങ്ങനെയാണ് ചെയ്തത്? 0 - 1 0 - 0 0 0 - 1 എന്ന് പറയുമ്പോൾ 1 ഇവിടെ വരും, ഒരു ബോറോ ഇങ്ങോട്ട് പോകും. ഓക്കെ, അതൊരു കോൺസെപ്റ്റ് ആണ് എടുത്തിരിക്കുന്നത്. അൽഗോരിതം അറിഞ്ഞാലാണ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ അതുപോലെ തന്നെ 0 - 1 എന്ന് പറയുമ്പോൾ ഡിഫറൻസ് 1 ബോറോ 1. ദെൻ 1 - 0 എന്ന് പറയുമ്പോൾ 1 ഇവിടെ വരും. അതുപോലെ തന്നെ 0 - 1 1 1 - 1 0 1 - 0 1 1 - 0 1 1 - 0 1 1 - 1 0 1 - 1 0 0 - 0 0 1 - 1 0 0 - 1 1 ബോറോ 1. നൗ ബോറോ ടേബിൾ എടുക്കാം. ഇവിടെ എടുക്കുമ്പോൾ 0 - 0 0 0 0. ഇവിടെ ബോറോ 1 ഉണ്ട്. ഹിയർ ഓൾസോ ബോറോ 1. ഹിയർ 0 - 1 ബോറോ 1 1 വരുന്നുണ്ട്. ഹിയർ നോ ബോറോ. ഹിയർ 1 - 0 1 1 - 1 0 നോ ബോറോ. 1 - 1 0 1 - 0 1 ബോറോ 1. So this will be the truth table. ഈ ട്രൂത്ത് ടേബിൾ ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ട്രൂത്ത് ടേബിൾ ഒന്ന് നോട്ട് ചെയ്യുക. പെട്ടെന്ന് ഇതിന്റെ ഫംഗ്ഷൻസ് ഒന്ന് പറയാം. ഔട്ട്പുട്ട് ഫംഗ്ഷൻസ്. പ്ലീസ് ടെൽ മീ ദ ഔട്ട്പുട്ട് ഫംഗ്ഷൻ. ക്രിയേറ്റ് കെ മാപ്പ് ഫോർ ദിസ്.
3 വേരിയബിൾ കെ മാപ്പ് ആണ്. ട്രൂത്ത് ടേബിൾ നിങ്ങൾ സ്വന്തം ചെയ്യുക. എന്നിട്ട് എനിക്ക് കെ മാപ്പിന്റെ ഫങ്ഷൻസ് ഒന്ന് പറയാം, എവിടെയൊക്കെ 1 വരും എന്നുള്ള കാര്യം. It's a 3 variable K map. A, B, B, I എന്ന് കൊടുക്കുകയാണ് ഞാൻ ബോറോ ഇന്നിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ 0, 0, 0, 1, 1, 1, 1, 0, 0, 1. അതുപോലെ തന്നെ സെക്കൻഡ് കെ മാപ്പ് ഫോർ ബോറോ. ഞാനിവിടെ ബോറോ ഔട്ട് എന്ന് കൊടുക്കായിരുന്നു, ആ ബോറോ ഔട്ട് കൊടുത്തിട്ടുണ്ട്. This one, this one. A, B, B, I. 0, 0, 0, 1, 1, 1, 1, 0, 0, 1. This one is for borrow out. This one is for the difference. Please tell me the functions. So difference in the condition എടുക്കാം. എവിടെയൊക്കെ 1 വരുന്നതെന്ന് നോക്കാം. 0, 0, 1 ൽ 1 ഉണ്ട്. 0, 1, 0 ൽ 1 ഉണ്ട്. Then 1, 0, 0 ൽ 1 ഉണ്ട്. 1, 1, 1 ൽ 1 ഉണ്ട്. 0, 0, 0, 1, 0, 1, 0, 1, 0 ൽ 1, 1, 0, 0 ൽ 1, 1, 1, 1 ൽ 1. You are getting like this. Like this, this, and this. For this one, for borrow, you have 0, 0, 1, 0, 1, 0, 0, 1, 1, then 1, 1, 1, 1. So this one, this one, this one, this one. So this is a group. This one is a group. This one is a group. And this one is a group. Tell me the functions. Tell me the functions. ഓക്കെ, ദിസ് വൺ എന്ന് പറയുന്നത് ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ സമ്മിന്റെ അതേ ട്രൂത്ത് ടേബിൾ വരുന്നത്. സോ എ എക്സ് ഓർ ബി എക്സ് ഓർ ബി ഐ സെയിം തന്നെയാണ് വരുന്നത്. എല്ലാം എക്സ്ക്ലൂസീവ് ആണ്, ഒന്നും കോമൺ കണക്ഷൻ ഇല്ല. ഇനി ബോറോയുടെ ഫംഗ്ഷൻ എന്ത് വരും? നമുക്ക് എന്തൊക്കെയുണ്ട് ഇവിടെ കിട്ടുന്നത്? എ ബാർ കോമൺ ആയിട്ട് വരുന്നത് ബി ഐ പ്ലസ് എ ബാർ കോമൺ ആയിട്ട് വരുന്നത് ബി പ്ലസ് ബി ബി ഐ. എങ്ങനെയല്ല കിട്ടുന്നത്? മിസ്റ്റേക്ക് ഉണ്ടോ? നമുക്ക് ഒന്നാമത്തെ ബോറോടെയാണ്. ഡിഫറൻസിന് നമുക്ക് ഡൗട്ട് വരേണ്ട കാര്യമില്ല. ഓൾറെഡി നമ്മളിത് സബ്മിറ്റ് ചെയ്ത അതേ ഫംഗ്ഷനാണ് വന്നിരിക്കുന്നത്. എ എക്സ് ഓർ ബി എക്സ് ഓർ സി, അതുപോലെ തന്നെ എ എക്സ് ഓർ ബി എക്സ് ഓർ ബി ഐ സെയിം കോൺസെപ്റ്റ് ആണ്. ഫോർ ദ ബോറോ ഔട്ട് ഇവിടെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ഗ്രൂപ്പ് വരുന്നുണ്ട്. ഫസ്റ്റ് ഗ്രൂപ്പിൽ കോമൺ ആയിട്ട് വരുന്നത് എ ബാർ കോമൺ ആണ്. ഇവിടെ കോമൺ ആയിട്ട് വരുന്നത് 1, ഇവിടെ 1, 1. ഇതാണ് 1 ബിറ്റ് ഡിഫറൻസിൽ സെയിം വരുന്ന വേരിയബിൾ. ഇത് ബി ഐ ആണ്. സോ എ ബാർ ബി ഐ ദിസ് എ ഫസ്റ്റ് ടൈം. സെക്കൻഡ് ടൈം എന്ന് പറയുന്നത് എ ബാർ ബി, ഇതാണ് കോമൺ ആയിട്ട് വരുന്നത്.
നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് ഇവിടെ 0 1 ആണ്, ഡിഫറൻസ് ഉണ്ട്. ഇവിടെ വരുമ്പോൾ കോമൺ ആയിട്ട് വരുന്നത് BBI. സോ BBI. ക്ലിയർ ആണോ? ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂളിലെ കോൺസെപ്റ്റ് അറിയാമെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കുക. ഈ ഗ്രൂപ്പിംഗ് ചെയ്യുന്നതിൽ കെ മാപ്പിന്റെ ഗ്രൂപ്പ്സ് എടുക്കുന്നതിൽ ഡൗട്ട്സ് ഉണ്ടോ? മിൻ ടൈംസിനെ ഗ്രൂപ്പ് ചെയ്യുന്നതിൽ ആണ്. അപ്പോൾ നമുക്ക് ഫുൾ സബ്ട്രാക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് സിമിലർ ആണ്. സ്ലൈറ്റ് ഡിഫറൻസ് ഇൻ ദ ബോറോ, ഡിഫറൻസ് ഇൻ ദ സർക്യൂട്ടറി സെയിം ആയിട്ടാണ് കിട്ടുന്നത്. ഓക്കെ, ബട്ട് ദിസ് സർക്യൂട്ടറി ഇസ് ഡിഫറെന്റ്. അപ്പോൾ ഇത് നമുക്ക് വെരിലോഗിൽ ഇംപ്ലിമെന്റ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ സെയിം കോൺസെപ്റ്റ് യൂസ് ചെയ്തത്. സോ ഐ എം നോട്ട് ഫോളോയിങ് ദാറ്റ് വൺ. നൗ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, പക്ഷേ ഇൻഡസ്ട്രിയിൽ സബ്ട്രാക്ടറിന് ഒരു സെപ്പറേറ്റ് സർക്യൂട്ട് യൂസ് ചെയ്യാറില്ല. We are not using this type of circuit for subtraction. നമ്മൾ യൂസ് ചെയ്യുന്നത് വേറൊരു കോൺസെപ്റ്റ് ആണ്, ടൂസ് കോംപ്ലിമെന്റ് കോൺസെപ്റ്റ്. ടൂസ് കോംപ്ലിമെന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ടൂസ് കോംപ്ലിമെന്റ് ഓൾറെഡി പഠിച്ചതല്ലേ? ഓർക്കുന്നുണ്ടോ? ടൂസ് കോംപ്ലിമെന്റ്. ഓക്കെ, ഞാനൊരു നമ്പർ തരാം. അതിന്റെ ടൂസ് കോംപ്ലിമെന്റ് എന്താന്ന് പറയണം. 0 0 1 0. വാട്ട് ഈസ് ദ ടൂസ് കോംപ്ലിമെന്റ് ഓഫ് ദിസ് നമ്പർ? പറയാമോ? വാട്ട് ഇസ് ദ പ്രൊസീജിയർ? ആദ്യം വൺസ് കോംപ്ലിമെന്റ് കാണുക. അപ്പോൾ 0-നെയൊക്കെ 1 ആക്കുക, 1-നെല്ലാം 0 ആക്കുക. ദെൻ പ്ലസ് 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടൂസ് കോംപ്ലിമെന്റ് കിട്ടും. അപ്പോൾ എന്ത് കിട്ടും? 1 + 1 0, carry 1. Then here 1 1 1. So the result is 1 1 0. This is the truth complement. Okay. അറിയില്ലാത്തവരുണ്ടെങ്കിൽ അത് ഒന്നുകൊണ്ട് ശ്രദ്ധിക്കുക. ഒരു നമ്പർ ഉണ്ടെങ്കിൽ ആദ്യം അതിന്റെ വൺസ് കോംപ്ലിമെന്റ് കാണുക. വൺസ് കോംപ്ലിമെന്റ് മീൻസ് എവിടെയെല്ലാം 0 ഉണ്ടോ വിൽ കോംപ്ലിമെന്റ് ദാറ്റ് ദ നമ്പർ ടു 1, 1 to 0. ദാറ്റ് ഈസ് വൺസ് കോംപ്ലിമെന്റ്. പ്ലസ് 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ ടൂസ് കോംപ്ലിമെന്റ് കിട്ടും. ഇനി ഈ ടൂസ് കോംപ്ലിമെന്റിന് ഈ സബ്ട്രാക്ഷനിൽ ഒരു പ്രത്യേകതയുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, uh, 4 - 3 ഇത് ബേസ് 10 ആണ്. ബേസ് 10 ആണ്. അതിന് കറസ്പോണ്ടിങ് ഡെസിമലിൽ ഞാനൊന്ന് സബ്ട്രാക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, 4-ന് കറസ്പോണ്ടിങ് നമ്പർ എത്രയാ? 4 ബിറ്റിൽ റെപ്രസെന്റ് ചെയ്യാണ് ഞാൻ. 0 1 0 0 ടു ദ ബേസ് 2 മൈനസ് 3 എന്ന് പറയുമ്പോൾ 0 0 1 1. ഓക്കെ, ടു ദ ബേസ് 2. ഇനി ഈ നമ്പറിനെ ഞാൻ നോർമൽ സബ്ട്രാക്ഷൻ അൽഗോരിതം വെച്ച് സബ്ട്രാക്ട് ചെയ്യാം. 0 - 1 എന്താണ്? 1. ബോറോ 1. ബോറോ എപ്പോഴും താഴെ കൊടുക്കണം, ക്യാരി എപ്പോഴും മുകളിൽ കൊടുക്കണം. 0 - 1 മീൻസ് ബോറോ 1, സം ഡിഫറൻസ് 1. 0 - 1 ബോറോ 1, ഡിഫറൻസ് 1. 1 - 1 0. 1 - 0 1. 1 - 1 0. 0 - 0 0. എന്താ കിട്ടുക? 1 കിട്ടിയില്ലേ? 1 to the base 10, 1 to the base 10 കിട്ടി അല്ലേ? ഇനി ഇതിനെ ഞാൻ ടൂസ് കോംപ്ലിമെന്റിൽ ഒന്ന് ചെയ്ത് നോക്കിയാലോ. ഇവിടെ ഒരു നെഗറ്റീവ് നമ്പർ ഉണ്ട്, -3. ഈ -3 ഞാൻ എടുത്ത് എഴുതാണ് സെപ്പറേറ്റ് ആയിട്ട്. 0 0 1 1. ഓക്കെ, ഇതിന്റെ വൺസ് കോംപ്ലിമെന്റ് ചെയ്യുന്നതാണ്. 1 1 0 0 പ്ലസ് 1 ആകുമ്പോൾ ടൂസ് കോംപ്ലിമെന്റ് നമുക്ക് കിട്ടുന്നത് എന്താണ്? 1 1 0 1. ഓക്കെ, നൗ ഞാൻ ഈ നമ്പർ 0 1 0 0 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പർ നമുക്ക് ഇവിടെ ഉണ്ട്. ഈ നമ്പർ ഇതെന്ന് പറയുന്നത് എന്തായിരുന്നു? 4 ആയിരുന്നു. അതിനെ ഞാൻ ഈ 1 1 0 1 കൊണ്ട് ആഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ എന്ത് കിട്ടും? 1 0 1 + 1 0, carry 1 1 + 1 0, carry 1. ഔട്ട്പുട്ട് പോയി
ഇതാണ് നമുക്ക് കിട്ടുന്ന റിസൾട്ട്. ഈ റിസൾട്ടും സെയിം അല്ലേ എന്ന് നോക്കി. ക്യാരി കൺസിഡർ ചെയ്യാതെ നോക്കിക്കഴിഞ്ഞാൽ സെയിം ആണോ? സെയിം ആണോ കിട്ടുന്നത്? ഓക്കെ. അപ്പൊ ഇതുകൊണ്ട് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റില്ല ടൂസ് കോംപ്ലിമെന്റ് സബ്ട്രാക്ഷൻ ഓക്കെ ആണോ. നമുക്ക് കുറച്ചുകൂടി ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കണം, ഒന്ന് ജനറലൈസ് ചെയ്യാനുള്ളതാണ്. ഞാൻ ഒന്നുകൂടി വേറൊരു 2-3 കണ്ടീഷനോടും ചെക്ക് ചെയ്യാൻ എനിക്ക്. ഇനി അടുത്ത പറഞ്ഞ ചെയ്യാണ് 5 minus 3 to the base 10 to the base 10. What is the binary number for the 5? 0. Please tell me. 0, 1, 0, 1. This is 5 minus 0, 0, 1, 1. Okay. 1 minus 1, 0. 0 minus 1, 1. Borrow 1. 1 minus 0, 1. 1 minus 1, 0. 0 minus 0, 0. So this will be 2 to the base 10. So it's working in subtractor perfectly. Now we are going to find it in the 2's complement form. So we need to take this negative number. Okay. So 0, 0, 1, 1 is 3. 1's complement is 1, 1, 0, 0. Plus 1 is the 2's complement. So 1, 1, 0, 1. So 5 plus 2's complement of minus 3. 1, 1, 0, 1. 1 plus 1, 0. Carry 1. 1. 1 plus 1, 0. Carry 1. 1 plus 1, 0. Carry 1. So this result and this result looks the same. Okay? Clear or no? Second condition working alle? Yes. Now, അപ്പോൾ നമുക്ക് 2's complement കോൺസെപ്റ്റിൽ സബ്ട്രാക്ടർ സർക്യൂട്ട് യൂസ് ചെയ്ത് ആഡർ സർക്യൂട്ട് വെച്ചിട്ട് തന്നെ നമുക്ക് സബ്ട്രാക്ഷൻ ചെയ്യാൻ പറ്റുമോ? So this is now here instead of subtraction module I am using adder module. അപ്പോൾ ഈ ആഡർ മൊഡ്യൂൾ വെച്ചുകൊണ്ട് എനിക്ക് സബ്ട്രാക്ഷൻ ചെയ്യാൻ പറ്റുമോ? ആണ്. ഓക്കെ, പോസിബിൾ ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു കണ്ടീഷൻ തരാം, നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. Now 3 minus 5, ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ, ഇതെന്താ റിസൾട്ട് കിട്ടുന്നതെന്ന് പറയാമോ? പ്ലീസ് ടെൽ മീ. നോർമൽ സബ്ട്രാക്ഷൻ ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ എന്തായിരുന്നു? വാട്ട് വാസ് ദ ആൻസർ ഫോർ നോർമൽ സബ്ട്രാക്ഷൻ? 0, 0, 0, 0. 2's complement കിട്ടിയത് എന്താണ്? 0, 0, 1, 0. ഇതാണ് എല്ലാവർക്കും കിട്ടിയത്. ഹരികൃഷ്ണന് കിട്ടിയിരിക്കുന്നത്, നോർമലിൽ കിട്ടിയിരിക്കുന്നത് 1, 0, 1, 0. 2's complement 1, 1, 0, 0. Okay, good. Any other answer? Two's complement കിട്ടിയിരിക്കുന്നത് 1, 1, 1, 0. നോർമൽ 0, 0, 1, 0. ശില്പ. ഓക്കെ ഓക്കെ, അപ്പോൾ കുറച്ച് റെസ്പോൺസ് കിട്ടി. താങ്ക് യു ഫോർ ദാറ്റ്. ഒരാൾക്ക് കിട്ടിയത് 0, 0, 1, 0. ഒരാൾക്ക് കിട്ടിയത് 1, 1, 1, 1, 0. ഓക്കെ, എന്തായാലും ഞാൻ ഇവിടെ ഒന്ന് ചെയ്ത് നോക്കാണ്. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത് 3 ആണ്. അപ്പോൾ 0, 0, 1, 1 മൈനസ് 0, 1, 0, 1 ഇതാണ് ചെയ്യുന്നത്. 1 minus 1, 0. 1 minus 0, 1. 0 minus 1, 1. Borrow 1. ശരിയാണോ? 0 minus 1, 1 borrow 1. 0 minus 0, 0. 0 minus 1, 1 borrow 1. അപ്പോൾ ഇങ്ങനെയാണ് 2's complementൽ കിട്ടുന്നത്. സോറി, 2's complement അല്ല, നോർമൽ സബ്ട്രാക്ഷനിൽ കിട്ടുന്നത് അല്ലേ. ഇനി 2's complementൽ കിട്ടുന്നത് ഞാൻ -5 എടുക്കുകയാണ്, ഈ വാല്യൂ എടുക്കുകയാണ്. 0, 0, 0, 1, 0, 1. 1's complement is 1, 0, 1, 0 plus 1 is equal to 1, 0, 1, 1.
Now 1 0 1 1 plus 0 0 1 1. 1 plus 1 0 carry 1. 1 plus 1 0 carry 1. 0 plus 1 1 1 1. ഇതാണോ കിട്ടിയത്? അപ്പോൾ രണ്ട് കണ്ടീഷനിൽ നമുക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് 1 1 1 0 ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? ഈ റിസൾട്ട് ശരിയാണോ? ഈ റിസൾട്ട് ശരിയാണോ? ശരിയാണ്. എന്തുകൊണ്ടാണ് ശരിയാണെന്ന് പറഞ്ഞത്? വാട്ട് ഈസ് ദ റീസൺ ഫോർ ദാറ്റ്? ഓക്കെ, ഞാൻ അതിന്റെ റീസൺ ആയിട്ട് പറയുന്നതിന് മുമ്പ്, സപ്പോസ് ഇത് 4 ബിറ്റിന്റെ സൈൻ ബിറ്റ് റെപ്രസെന്റേഷൻ ആണെന്ന് വിചാരിച്ചോ. 4 ബിറ്റിന്റെ സൈൻ ബിറ്റ് റെപ്രസെന്റേഷൻ ആണെങ്കിൽ യൂഷ്വലി ഒരു ഹാർഡ്വെയർ എടുക്കുമ്പോൾ അതിന്റെ MSB എന്ന് പറയുന്നത് നെഗറ്റീവ് വെയിറ്റേജ് ആയിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പവർ 0 2 പവർ 1 2 പവർ 2 മൈനസ് ഓഫ് 2 പവർ 3. ഇത് നെഗറ്റീവ് വെയിറ്റ് ആയിരിക്കും. അപ്പോൾ 2 പവർ 0 എന്ന് പറയുന്നത് 1, 2 പവർ 1 എന്ന് പറയുന്നത് 2, 2 പവർ 2 എന്ന് പറയുന്നത് 4, മൈനസ് ഓഫ് 2 പവർ 3 എന്ന് പറയുന്നത് -8. ഇതായിരിക്കും വെയിറ്റ്. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ 1 1 1 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ഡെസിമൽ വാല്യൂ എത്രയായിരിക്കും? -8 പ്ലസ് 4 പ്ലസ് 2 പ്ലസ് 0 ഇസ് ഈക്വൽ ടു എത്ര വരും? -8 പ്ലസ് 6 എത്രയാ വരിക? How much is -8 plus 6? -2. അപ്പൊ നമ്പർ ശരിയാണ്, പക്ഷെ ഇത് സൈൻഡ് ബിറ്റ് റെപ്രസെന്റേഷനിലാണ് കിടക്കുന്നത്. പക്ഷെ യൂസറിന് ഇത് കൺഫ്യൂഷൻ വരുത്തും അല്ലേ? ഒരു എൻഡ് യൂസറിന് ഈ പറഞ്ഞ കോൺസെപ്റ്റും കാര്യങ്ങളും മനസ്സിലാവണമെന്നില്ല. അപ്പൊ നമുക്കിത് എൻഡ് യൂസറിന് ഇഷ്ടമുള്ള രീതിയിലേക്ക് വരുത്തണം. അപ്പൊ അതിനൊരു അൽഗോരിതം കൂടി 2's കോംപ്ലിമെന്റ് ആഡ് ചെയ്യണം. ആ അൽഗോരിതം എന്ന് പറയുന്നത് ഈ MSB 1 വരുന്ന കേസിൽ എല്ലാ നമ്പറും നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് MSB 1 മീൻസ് നമുക്ക് പറയാം ദിസ് റിസൾട്ട് വിൽ ബി നെഗറ്റീവ് ആൻഡ് അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് അതിന്റെ 2's കോംപ്ലിമെന്റിലായിരിക്കും. നേരത്തെ ശാന്തി പറഞ്ഞതുപോലെ അത് 2's കോംപ്ലിമെന്റിലായിരിക്കും. എന്ന് പറയുമ്പോൾ അതിന് 1's കോംപ്ലിമെന്റ് എടുക്കുക 0 0 0 1 പ്ലസ് 1 എടുക്കുക 0 0 0 1 0. This will be the magnitude and this will be the sign. അപ്പൊ ഹാർഡ്വെയർ എങ്ങനെ വരും? ഹാർഡ്വെയർ എന്ന് പറയുന്നത് ഒരു 2's കോംപ്ലിമെന്റ് ആഡർ വേണം, നമ്പേഴ്സ് ഇൻപുട്ട് ചെയ്യണം, വാല്യൂ 1 ആൻഡ് വാല്യൂ 2. അതിനുശേഷം റിസൾട്ട് വരും. റിസൾട്ടിന്റെ MSB 1 ആണോ എന്ന് ചെക്ക് ചെയ്യണം. 1 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും 2's കോംപ്ലിമെന്റ് കാണണം. ഇത്രയും ചെയ്താലാണ് നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ ഫൈനൽ പ്രോപ്പറായിട്ട്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഹാർഡ്വെയർ ചെയ്താലാണ് നമുക്ക് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഞാനിനി നമ്മൾ ഓൾറെഡി ഒരു 4 ബിറ്റ് ആർഡർ പഠിച്ചിരുന്നു. ഏത് ആർഡർ ആയിരുന്നു? റിപ്പിൾ ക്യാരി ആർഡർ പഠിച്ചിരുന്നു. ഓക്കെ, റിപ്പിൾ ക്യാരി ആർഡർ നമ്മൾ പഠിച്ചിരുന്നു. അതിന്റെ ഹാർഡ്വെയർ എങ്ങനെയായിരുന്നു? ഒരു ഫുൾ ആഡർ, അടുത്ത ഫുൾ ആഡർ, നെക്സ്റ്റ് ഫുൾ ആഡർ, നെക്സ്റ്റ് ഫുൾ ആഡർ. നൗ ഇവിടുന്ന് ക്യാരി ഇൻ വരും. A1 B1 ക്യാരി ഇങ്ങോട്ട് പോകും. A2 B2 ക്യാരി ഇങ്ങോട്ട് പോകും. A3 B3 ക്യാരി ഇങ്ങോട്ട് പോകും. A4 B4 ക്യാരി ഔട്ട്. ഇവിടെ സമ്മ 1 സമ്മ 2 സമ്മ 3 സം 4. FA1
FA2, FA3, FA4. ഈ ഹാർഡ്വെയർ ഓർക്കുന്നുണ്ടോ? 4-bit ആഡർ ആയിരുന്നത് അല്ലേ? ഈ ഹാർഡ്വെയർ ഓർക്കുന്നുണ്ടോ? യെസ്. നൗ ഈ ഹാർഡ്വെയർ എല്ലാവരും ഒന്ന് ഒബ്സർവ് ചെയ്യുക. ഈ സെയിം ഹാർഡ്വെയറിനെ ഒന്ന് റീമോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ 2's കോംപ്ലിമെന്റ് സബ്ട്രാക്ടർ ആക്കി മാറ്റാം. അത് നമുക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു മൈക്രോ പ്രൊസസ്സർ ആർക്കിടെക്ചറിനെ സക്സസ്ഫുൾ ആയിട്ട് റീഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ഒന്ന് നോക്കിക്കേ. ഇതിൽ എന്ത് ചെയ്തു കഴിഞ്ഞാൽ നമുക്കിതിനെ ഒരു 2's കോംപ്ലിമെന്റ് സബ്ട്രാക്ടർ ആക്കി മാറ്റാനായിട്ട് സാധിക്കും. പ്ലീസ് ചെക്ക് ദാറ്റ്. കിട്ടിയോ? ആർക്കെങ്കിലും ആൻസർ കിട്ടിയോ? നമ്മുടെ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? നമ്മുടെ കയ്യിൽ ഒരു 4-bit ആഡർ ഉണ്ട്. 4-bit ആഡർ ഉണ്ട്. ഈ ആഡറിനെ മോഡിഫൈ ചെയ്യണം. ഓക്കെ, വി നീഡ് ടു മോഡിഫൈ ദിസ് ആഡർ. എന്നിട്ട് എന്താക്കണം? 2's കോംപ്ലിമെന്റ് സബ്ട്രാക്ടർ ആക്കി മാറ്റണം. സോ വാട്ട് വി ഹാവ് ടു ഡു? അതാണ് ക്വസ്റ്റ്യൻ. എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടോ? എ എന്നുള്ള അവിടെ നോട്ട് ഗേറ്റ് വെച്ചാൽ 1's കോംപ്ലിമെന്റിലൂടെ. വെരി ഗുഡ്. ഒരു സെക്കൻഡ് കേട്ടോ. എവിടെയായിരുന്നു? എ ബി ആണ് ഇൻപുട്ട്. ഓക്കെ. ഇതിന്റെ അവിടെ എല്ലാത്തിനും ഒരു നോട്ട് ഗേറ്റ് വെച്ചാൽ 1's കോംപ്ലിമെന്റ്. അപ്പൊ നമ്മൾ നെഗറ്റീവ് ആയിട്ട് കൊടുക്കുന്ന വാല്യൂ ഏതാണോ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് നോട്ട് ഗേറ്റ് കൊടുക്കുക അല്ലേ? അതെ. ഓക്കെ, അപ്പൊ ഞാനിപ്പോ എ ആണ് നോട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ നോട്ട് ഗേറ്റ് കൊടുക്കുക. അപ്പൊ A1 നോട്ട് ഗേറ്റ് വഴി കൊടുക്കുക, A2 നോട്ട് ഗേറ്റ് വഴി കൊടുക്കുക, A3 നോട്ട് ഗേറ്റ് വഴി കൊടുക്കുക, A4 നോട്ട് ഗേറ്റ് വഴി കൊടുക്കുക. റിമൈനിങ് B1, B2, B3, B4 നോർമൽ ആയിട്ട് കൊടുക്കുക. ശരിയായോ? ആൻസർ ശരിയായോ? അതിന്റെ റിസൾട്ട് ഒരു 1 ആഡ് ചെയ്യുന്ന ഒരു ആഡർ ഒക്കെ. ഓക്കെ ഓക്കെ. ഈ ഒറ്റ ആഡറിൽ തന്നെ നമുക്കത് ചെയ്യാൻ പറ്റുമോ? എനിക്കറിയില്ല സാർ. വെരി ഗുഡ്, വെരി ഗുഡ്. എന്തായാലും ഇത്രയും തോട്ട് പ്രോസസ് ചെയ്തതിന് എന്തായാലും കൺഗ്രാറ്റ്സ്. ഇങ്ങനെ വളരെ കുറച്ച് കുട്ടികളെ ചിന്തിക്കാറുള്ളൂ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ കിട്ടിയോ? ഞാൻ വേണേ ഒരു ക്ലൂ തരാം. ഇദ്ദേഹം പറഞ്ഞത് ശരിയാണ്. നമുക്ക് വേറൊരു കോൺസെപ്റ്റും കൂടി നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ എക്സോർ ഗേറ്റിന്റെ ഒരു കോൺസെപ്റ്റ് എടുക്കാണ്. എക്സോറിൽ ഒരു ഇൻപുട്ട്, 2 ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും ആണല്ലോ ഉള്ളത്. എക്സോറിന്റെ ട്രൂത്ത് ടേബിൾ എന്ന് പറഞ്ഞ് 0 0 0 1 1 0 1 1. ട്രൂത്ത് ടേബിൾ എന്ന് പറയാമോ? 0 0 എന്താണ് എക്സോറില്? വാട്ട് ഈസ് ഔട്ട്പുട്ട്? 0 0. എക്സോർ ഗേറ്റ്. യാ, എക്സോർ ഗേറ്റിന്റെ കോൺസെപ്റ്റ് എന്താ? എക്സ്ക്ലൂസീവ് ഓർ ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇൻപുട്ടും എക്സ്ക്ലൂസീവ് ആയിട്ട് വന്നാൽ മാത്രമാണ് ഔട്ട്പുട്ട് 1 ആവുള്ളൂ. അപ്പൊ 2 ഇൻപുട്ട് സെയിം ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായാലും 0. 0 1 ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 ആയിരിക്കും. 1 0 എന്തായിരിക്കും? 1 ആയിരിക്കും. 1 1 0 ആയിരിക്കും. അപ്പൊ ഞാൻ ഇതിൽ ഒരു കോൺസെപ്റ്റ് ഞാനിവിടെ നിങ്ങളോട് ഒന്ന് പറയാൻ പോവാണ്. ഈ കോൺസെപ്റ്റ് വെച്ചിട്ടായിരിക്കും നിങ്ങളുടെ എല്ലാ ഹാർഡ്വെയറും ഉണ്ടായിരിക്കുക. നോക്കാം. ഈ ഒരു പോർഷൻ ഒന്ന് നോക്കിക്കേ. ലാസ്റ്റ് 2 സ്റ്റേറ്റ്. ഈ ലാസ്റ്റ് 2 സ്റ്റേറ്റിൽ ഒരു ഇൻപുട്ട് എപ്പോഴും എന്താണ്? 1 ആണ്. അടുത്ത ഇൻപുട്ട് 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 1 വരും. അടുത്ത ഇൻപുട്ട് 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 വരും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ ഒരു എക്സോർ ഗേറ്റ് എടുത്തു. ഈ എക്സോർ ഗേറ്റിൽ ഒരു ഇൻപുട്ട് ഞാൻ എപ്പോഴും 1ലേക്ക് കൊടുത്തു, ലോജിക് 1ലേക്ക്. അടുത്ത ഇൻപുട്ട് എൻ്റെ എയിലേക്ക് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഔട്ട്പുട്ടിന്റെ ഫംഗ്ഷൻ എന്തായിരിക്കും? A 0 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും?
If A equal to 0, ഔട്ട്പുട്ട് എന്തായിരിക്കും? അല്ല, എക്സോറിന്റെ കോൺസെപ്റ്റ് പറയൂ. ഒരു ഇൻപുട്ട് ഓൾവേസ് 1 ആണ്. ദിസ് ഇൻപുട്ട് ഈസ് ഓൾവേസ് 1. എ ഇപ്പൊ ഞാൻ 0 കൊടുത്തു, അപ്പൊ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0യോ? ഒരെണ്ണം 1 ആണ്, ഒരെണ്ണം 0 ആണ്. എക്സ്ക്ലൂസീവ് കോൺസെപ്റ്റ്. അപ്പൊ 1 വരും. ഇനി എയുടെ വാല്യൂ 1 ആണെങ്കിലോ? എയ്ക്ക് 1 ആണെങ്കിൽ രണ്ട് ഇൻപുട്ട് എന്തായി? 1 ആണ്. രണ്ട് ഇൻപുട്ടും 1 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞ ടൈം എ ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നോട്ട് ഗേറ്റ് പോലെ വർക്ക് ചെയ്യും അല്ലേ? വർക്ക് ചെയ്യൂ? പറഞ്ഞ കോൺസെപ്റ്റ് മനസ്സിലായോ? ഞാൻ എക്സോറിന്റെ ലാസ്റ്റ് 2 സ്റ്റേറ്റ്സിന്റെ ഉള്ള ഒരു പ്രത്യേകതയുണ്ട്. ഒരു ഇൻപുട്ട് 1 ആണെങ്കിൽ അടുത്ത ഇൻപുട്ട് എന്താണോ അതിന്റെ കോംപ്ലിമെന്റ് ആയിരിക്കും ഔട്ട്പുട്ട് ആയിട്ട് വരിക. എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു എക്സോർ ഗേറ്റ് എടുത്തു. ഈ എക്സോർ ഗേറ്റിൽ ഒരു ഇൻപുട്ട് ഓൾവേസ് 1 വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഇൻപുട്ട് എന്താണോ അതിന്റെ കോംപ്ലിമെന്റ് ആയിരിക്കും ഇവിടെ വരിക. നേരത്തെ ഒരാൾ എ ബാർ എന്ന് പറഞ്ഞതുപോലെ. അപ്പോൾ എ ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ഇൻപുട്ടിന്റെ കോംപ്ലിമെന്റ് ഇവിടെ വരും. അപ്പോൾ ഇത് നോട്ട് ഗേറ്റ് തന്നെയാണ്, പക്ഷെ ഡിപ്പെൻഡ്സ് ഓൺ ദിസ് 1. അപ്പൊ ഈ ഒരു ഹാർഡ്വെയർ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. ഡയറക്റ്റ് നോട്ട് ഗേറ്റ് യൂസ് ചെയ്യാത്തതിന് കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. കാരണം നമുക്കിവിടെ ഒരു ക്യാരി ഇൻ ഉണ്ടല്ലോ. നമുക്കിവിടെ എന്താ സംഭവിക്കുക? ഫുൾ ആർഡറിൽ എ പ്ലസ് ബി പ്ലസ് ക്യാരി ഇൻ ഇതാണ് ചെയ്യുന്നത് അല്ലേ? രണ്ട് ഇൻപുട്ടും പ്ലസ് ക്യാരി ഇന്നും കൂടിയാണ് ഫുൾ ആർഡറിൽ ആഡ് ചെയ്യുന്നത്. അപ്പൊ ഈ ക്യാരി ഇന്ന് 1ഉം ഒരു ഇൻപുട്ട് കോംപ്ലിമെന്റും പ്ലസ് അടുത്ത ഇൻപുട്ട് നോർമലും ആണെങ്കിൽ എ കോംപ്ലിമെന്റ് പ്ലസ് 1 എന്ന് പറയുമ്പോൾ എന്തായി? എയുടെ 2's കോംപ്ലിമെന്റ് ആയോ? ഹലോ, സിമ്പിൾ ആയിട്ടൊന്ന് പറഞ്ഞുതരാം. നമുക്ക് ചെയ്യേണ്ടത് ഒരു ഒറ്റ ഫുൾ ആർഡർ എടുക്കുകയാണെങ്കിൽ ഈ ഫുൾ ആർഡറിന്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് എ പ്ലസ് ബി പ്ലസ് ക്യാരി ഇൻ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഫുൾ ആർഡർ ഉണ്ട്. ഈ ഫുൾ ആർഡറിലേക്ക് എയും ബിയും ക്യാരി ഇന്നും പോകുന്നുണ്ട്. നമുക്കറിയാം ഇതിനെ 2's കോംപ്ലിമെന്റ് ആർഡർ ആക്കണമെങ്കിൽ എ മൈനസ് ബി ആണ് ചെയ്യുന്നതെങ്കിൽ ഈ നെഗറ്റീവ് ആയിട്ടുള്ള വരുന്ന ഏതാണോ അതിന്റെ 2's കോംപ്ലിമെന്റ് എടുത്തിട്ട് വേണം എ ആയിട്ട് ആഡ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇതിന്റെ 2's കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ആദ്യം ബി എ കോംപ്ലിമെന്റ് ചെയ്തിട്ട് പ്ലസ് 1നോട് ആഡ് ചെയ്യുന്നതാണ് ഇതിന്റെ 2's കോംപ്ലിമെന്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അങ്ങനെ ഡയറക്റ്റ് ചെയ്യാൻ വേറെ വഴികളൊന്നും ഇല്ലാത്ത കാരണം സി ഇൻ എന്ന് പറയുന്ന വാല്യൂ 1 ആക്കുക. എന്നിട്ട് ഈ 1നെ ഒരു എക്സോർ വഴി ഈ ബിയുമായിട്ട് കടത്തി വിടുക. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ ഒരു എക്സോർ ഗേറ്റ് കൊടുത്തു. എന്നിട്ട് ബി കൊടുത്തു. അതോടൊപ്പം തന്നെ ക്യാരി ഇന്നും ഇങ്ങോട്ട് കണക്ട് ചെയ്തു. എന്നിട്ട് ക്യാരി ഇൻ ഈസ് ഈക്വൽ ടു 1 കൊടുത്തു. അപ്പൊ ഇവിടെ എന്തായിരിക്കും സംഭവിക്കുക? 2's കോംപ്ലിമെന്റ് ആർഡർ ആയോ? സബ്ട്രാക്ടർ ആയോ? ഓക്കെ, സി ഇൻ ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എന്തായിരിക്കും? എ പ്ലസ് ബി ബാർ പ്ലസ് 1 ഇതാണ് ചെയ്യുന്നത്. ഇതിന്റെ ആക്ച്വൽ മീനിങ് എന്താ? എ മൈനസ് ബി. ക്ലിയർ ആയോ? ഈ കോൺസെപ്റ്റ് ക്ലിയർ ആണോ? എൻ്റെ കയ്യിൽ ഒരു 4-bit ട്രിപ്പിൾ ക്യാരി ആർഡർ ഉണ്ടായിരുന്നു. ഇത് 4-bit ട്രിപ്പിൾ ക്യാരി ആർഡർ ആണ്. ഇത് ചെയ്യുന്നത് എന്താണ്? ഓരോ പോയിന്റിലും ഇവിടെയാണെങ്കിൽ A1 പ്ലസ് B1 പ്ലസ് ക്യാരി ഇൻ. ഇവിടെ ചെയ്യുന്നത് എന്തായിരുന്നു? A2 പ്ലസ് B2 പ്ലസ് നെക്സ്റ്റ് ക്യാരി ഇൻ 1, A3 പ്ലസ് B3 പ്ലസ് ക്യാരി ഇൻ 2. ഇവിടെയാണെങ്കിൽ A4 പ്ലസ് B4 പ്ലസ് ക്യാരി ഇൻ 3. അപ്പൊ ഇവിടെ എല്ലാ കണ്ടീഷനിലും ഇത് അഡീഷൻ ആണ് ചെയ്യുന്നത്. എന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഈ സെയിം സർക്യൂട്ടിനെ നമുക്ക് 2's കോംപ്ലിമെന്റ് വെച്ച് സബ്ട്രാക്ട് ചെയ്യാനായിട്ട് ഈ സെയിം സർക്യൂട്ടിനെ നമുക്ക് എന്ത് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ചെയ്യിക്കാൻ പറ്റും? അതായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ. അപ്പൊ അതിന് നമുക്ക് ചെയ്യേണ്ടത് നമുക്കറിയാം. ഏതെങ്കിലും ഒരു നമ്പറിന്റെ 2's കോംപ്ലിമെന്റ്, യൂഷ്വലി നെഗറ്റീവ് നമ്പറിന്റെ 2's കോംപ്ലിമെന്റ് എടുത്തിട്ട് അതിനെ
ഒരു നമ്പറായിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് സെയിം സബ്ട്രാക്ഷൻ ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് ഇവിടെ വേണ്ടത് എന്താണ്? ഒരു നമ്പർ അങ്ങനെ തന്നെ വെക്കുക, അടുത്ത നമ്പറിന്റെ 2's കോംപ്ലിമെന്റ് എടുക്കുക. ഇങ്ങനെ ചെയ്താലാണ് 2's കോംപ്ലിമെന്റ് ആവുള്ളൂ. അപ്പോൾ ഈ 2's കോംപ്ലിമെന്റ് വരാനായിട്ട് നമുക്ക് ഈ സർക്യൂട്ടിൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ സർക്യൂട്ടിൽ നമുക്ക് എന്ത് ചെയ്യണം? അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യണം? ഒന്ന് ബിയെ ബി കോംപ്ലിമെന്റ് ആക്കി മാറ്റണം, പിന്നെ ഒരു 1 കൂടി ആഡ് ചെയ്യണം. ഈ 2 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഞാൻ സർക്യൂട്ട് വരയ്ക്കുമ്പോൾ മനസ്സിലാവും. ഞാനൊന്ന് സർക്യൂട്ട് വരയ്ക്കാൻ പോവാണ്, ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി തരാം. ഓക്കെ, സോ സെയിം സർക്യൂട്ടിന് ചെറിയൊരു വേരിയേഷൻ കൊടുത്തുകൊണ്ട് ഞാൻ സബ്ട്രാക്ഷൻ ഓപ്പറേഷനും ചെയ്യിക്കാനായിട്ട് പോവാണ്. ഫുൾ ആഡർ 1, full adder 2, full adder 3, full adder 4. ഓക്കെ, എന്താണ് വേണ്ടത്? ഓരോ കണ്ടീഷനിലും ബിക്ക് ഒരു XOR ഗേറ്റ് കൊടുക്കണം. ഇനി ഇവിടുന്ന് ഒരു ക്യാരി ഇൻ വരുന്നുണ്ട്, അത് കോമൺ ആയിട്ട് എല്ലാ XOR ഗേറ്റിലേക്കും കണക്ട് ചെയ്യണം. സോ ഇവിടെ B1, B2, B3, B4, ഷോർട്ട് ആയി പോയി, B4, this is A4, this is A3, this is A2, this is A1. ഓക്കെ, ഇനി ഇതിൻ്റെ ക്യാരി ഇങ്ങോട്ട് പോകും. ക്യാരി ഇൻ 1 എന്ന് കൊടുക്കാം, 2 എന്ന് കൊടുക്കാം, എന്തുകൊണ്ടും കൊടുക്കാം. Carry in 2, carry in 3, and carry out. ഓക്കെ, ഈ ഒരു സർക്യൂട്ട് ഞാൻ വരച്ചു. ഫോർ എക്സാമ്പിൾ എനിക്ക് ചെയ്യേണ്ടത് 4 - 2 ആണെന്ന് വിചാരിച്ചു. അപ്പോൾ 4 നമുക്ക് വാല്യൂ എന്തൊക്കെയാണ്? 0, 1, 0, 0. ഇതാണ് വാല്യൂ. ഈ വാല്യൂ നമുക്ക് ഇവിടെ കൊടുക്കാം, എയിൽ കൊടുക്കാം, പോസിറ്റീവ് വാല്യൂ ഇല്ലേ. അപ്പോൾ എയുടെ ഒരു സ്ഥലത്ത് വാല്യൂ 0, 1, 0, 0. എയുടെ വാല്യൂ ക്ലിയർ ആയിട്ട് കൊടുത്തു. ഇനി ഇവിടെ -2 ആണ് വേണ്ടത്. -2 എന്ന് പറയുമ്പോൾ 0, 0, 1, 0യുടെ 2's കോംപ്ലിമെന്റ് ആണ് വേണ്ടത്. 2's കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ 1, 1, 0, 1 + 1, ഈ ഒരു ഓപ്പറേഷൻ ആണ് വേണ്ടത്. അപ്പോൾ 1, 1, 0, 1 അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ നമ്മൾ ബിയുടെ സ്ഥാനത്ത് ഇവിടെ 0 കൊടുത്തു, ഇത് 0 കൊടുത്തു, ഇത് 1 കൊടുത്തു, ഇത് 0 കൊടുത്തു. അപ്പോൾ 0, 0, 0, 0, 1, 0 നമ്മളിപ്പോൾ ബി കൊടുത്തിട്ടുണ്ട്. ഇനി സി ഇൻ = 1 കൊടുത്തു. സി ഇൻ 1 ആയി കഴിഞ്ഞാൽ ഈ എക്സോറിന്റെ എല്ലാത്തിൻ്റെ ഓരോ ഇൻപുട്ട് എന്തായിരിക്കും? 1 ആയിരിക്കും, 1 ആയിരിക്കും, 1 ആയിരിക്കും, 1 ആയിരിക്കും. അപ്പോൾ എക്സോർ എന്തായിട്ട് ആക്ട് ചെയ്യും? ഇൻവേർട്ടർ ആയിട്ട് ആക്ട് ചെയ്യും. ഇവിടെ വരുന്നത് എന്തായിരിക്കും? B1 ബാർ, B2 ബാർ, B3 ബാർ, B4 ബാർ, ഇങ്ങനെയായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ ആർഡറിൽ A1 + B1 ബാർ എന്ന് കിട്ടി. പ്ലസ് ഇവിടെ എന്താ ഉള്ളത്? സി ഇൻ = 1 ആണ്. ഇവിടെ എന്തായിരിക്കും? +1 ചെയ്തു. ഓക്കെ, ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും അങ്ങോട്ട് പോകുന്നത്. അപ്പൊ ഇത് ശരിക്കും എന്തായി? B1 ബാർ + 1 എന്താണ്? 2's കോംപ്ലിമെന്റ് ഓഫ് B ആയി. അപ്പൊ ശരിക്കും നമ്മൾ എന്താ ചെയ്യുന്നത്? 2's കോംപ്ലിമെന്റ് വെച്ചിട്ടുള്ള സബ്ട്രാക്ഷൻ ആണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇനി ഇത് ആൻസർ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ 0, 1, 0, 0 പ്ലസ് 2's കോംപ്ലിമെന്റ് ഓഫ് ദിസ് എന്ന് പറയുമ്പോഴത്തേക്കും 1 + 1, 0, 1, 1, 0 ഇങ്ങനെ വരും അല്ലേ. അപ്പോൾ 0, 1, 0, 0 ഇവിടെ 1, 1, 1, 0. So 0, 1, 1 + 1, 0,
carry 1, 1 plus 1 0 carry. So result will be 2 കിട്ടും അല്ലേ? അപ്പോൾ ഈ സെയിം റിസൾട്ട് ഇവിടെ കിട്ടുന്നുണ്ട്. കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടിയോ ഞാൻ പറഞ്ഞതിന്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച് സെയിം റിപ്പിൾ ക്യാരി ആർഡർ ആണ് നമ്മളിവിടെ യൂസ് ചെയ്തത്. പക്ഷെ ഈ കണ്ടീഷനിൽ നമ്മൾ എന്ത് ചെയ്തു? ഈ എക്സോർ ഗേറ്റിന്റെ ഒരു കോൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് ക്യാരി ഇന്നിന്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട്, ഇനിയിപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് 4+2 ആണ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു. 4+2 ആണ് ചെയ്യേണ്ടതെങ്കിൽ ക്യാരി ഇൻ എന്തായിരിക്കും? 0 ആയിരിക്കും. 0 ആയി കഴിഞ്ഞാൽ എക്സോറിന്റെ ഒരു ഇൻപുട്ട് എല്ലാം എന്തായിരിക്കും? 0 ആയിരിക്കും. എക്സോറിന്റെ ഒരു ഇൻപുട്ട് എല്ലാം 0 ആണെങ്കിൽ നിങ്ങളിവിടെ ശ്രദ്ധിക്കുക, ഈ ഒരു ഓപ്ഷൻ എടുക്കുക. ഇവിടെ ഒരു ഇൻപുട്ട് രണ്ട് കണ്ടീഷനിലും 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താണ് വരുന്നത്? ഈ സെയിം വാല്യൂ ആയിരിക്കും ഇവിടെ വരുന്നത്. 1 ആണെങ്കിൽ 1 വരും, 0 ആണെങ്കിൽ 0 വരും. ഇതായിരിക്കും വരുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ്സ് ജസ്റ്റ് എ ബഫർ. അപ്പൊ അവിടെ 1's കോംപ്ലിമെന്റ് നടക്കില്ല, 2's കോംപ്ലിമെന്റ് നടക്കുന്നില്ല. അപ്പൊ അവിടെ എന്താ സംഭവിക്കുക? അവിടെ എന്താണ് ഇൻപുട്ട്? ആ A+B തന്നെ ആഡ് ചെയ്യും. നത്തിങ് മോർ, ജസ്റ്റ് A+B. അപ്പൊ നമുക്ക് സെയിം ഹാർഡ്വെയർ തന്നെ നമുക്ക് സി ഇന്നിന്റെ ഇൻപുട്ടിന്റെ വേരിയേഷൻ വെച്ചുകൊണ്ട് ആഡർ ആയിട്ടും സബ്ട്രാക്ടർ ആയിട്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഈ കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ശില്പക്ക് ക്ലിയർ ആയോ? സെയിം ഹാർഡ്വെയർ ആണ്. ഈ സെയിം ഹാർഡ്വെയറിൽ സി ഇൻ ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇത് നോർമൽ ആഡർ. സി ഇൻ ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ ഇത് സബ്ട്രാക്ട് ആയിട്ട് വർക്ക് ചെയ്യും. ക്ലിയർ ആണോ? ഓക്കെ, താങ്ക് യു. ഇനി ഇതുകൊണ്ട് നമ്മുടെ ഹാർഡ്വെയർ കംപ്ലീറ്റ് ആയോ? എല്ലാ കണ്ടീഷനും ഈ ഹാർഡ്വെയർ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? ഇതിന് ചെറിയൊരു ഡ്രോബാക്ക് ഉണ്ട്, അതും കൂടി നമുക്ക് കവർ ചെയ്യണം. ആ ഡ്രോബാക്ക് എന്താണെന്ന് പറയാൻ ആർക്കെങ്കിലും? ഒരു സ്മോൾ ഡ്രോബാക്ക് ഉണ്ട്. MSB 1 ആകുമ്പോൾ, അതാണ് ഡ്രോബാക്ക്. MSB 1 ആവുന്ന എപ്പോഴാണെന്ന് പറയണം, അതാണ് ഡ്രോബാക്ക്. ഇയാൾ ഉദ്ദേശിച്ചത് മറ്റേ ഇതിനേക്കാളും കൂടിയ വാല്യൂ വരുന്നതാണോ? അത് വേണ്ട, അത് കുഴപ്പമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഹരികൃഷ്ണൻ ഉദ്ദേശിച്ചത് ഫോർ എക്സാമ്പിൾ 1 0 0 0 പ്ലസ് 1 1 0 0 ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഈ റിസൾട്ട് എന്ന് പറയുന്നത് ഇതിനേക്കാൾ ഒരു ബിറ്റ് കൂടുതലായിരിക്കും. n ബിറ്റ്, രണ്ട് നമ്പറും n ബിറ്റ് 1 ആയിട്ട് വരികയാണെങ്കിൽ, MSB 1 ആയിട്ട് വരികയാണെങ്കിൽ n ബിറ്റ് പ്ലസ് n ബിറ്റ് എന്ന് പറയുമ്പോൾ n+1 ബിറ്റ് ഉണ്ടാവും റിസൾട്ടിൽ. അതിൽ കാണിക്കാൻ പറ്റില്ല. അത് വേറൊരു ഇഷ്യൂ ആണ്. പക്ഷെ അത് നമുക്ക് ട്രങ്കേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വലിയ ഹാർഡ്വെയർസ് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ അതല്ലാതെ വേറൊരു ഇഷ്യൂ അവിടെ വരുന്നുണ്ട്. യൂസർ യൂസ് ചെയ്യുമ്പോൾ വേറൊരു ഇഷ്യൂ വരുന്നുണ്ട്. അതെന്താന്ന് പറയാം. ഞാൻ അതിന്റെ എക്സാമ്പിൾ ഒരു ക്ലൂ തരാം. 2 - 4 ചെയ്യുമ്പോൾ നെഗറ്റീവ് നമ്പർ ആണ് വലുത്. നെഗറ്റീവ് നമ്പർ വലുത് വരുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുക? റിസൾട്ട് എങ്ങനെയാ വരിക? 2 - 4 ചെയ്യുമ്പോൾ 2 എന്ന് പറയുന്നത് 0 0 1 0, 4 എന്ന് പറയുന്നത് 0 1 0 0, 1's കോംപ്ലിമെന്റ് 1 0 1 1 പ്ലസ് 1 എന്ന് പറയുമ്പോൾ 1 + 1 0, 1 + 1 0 1 1. So here 1 1 0 0. That means 0 1 1 1. ഇതാണ് റിസൾട്ട് കിട്ടുന്നത്. 1 1 1 0. ഈ റിസൾട്ട് ആണ് നമുക്ക് എവിടെ കിട്ടുള്ളൂ? നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുള്ളൂ. ഇവിടെ സം 4, സം 3, സം 2, സം 1. ഇവിടെ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് 1 1 1 0 കിട്ടുന്നത്. അപ്പൊ ഈ റിസൾട്ട് നമുക്ക് അക്സെപ്റ്റബിൾ ആണോ? അക്സെപ്റ്റബിൾ അല്ല. അപ്പൊ ഈ ഹാർഡ്വെയറിന് എന്ത് ചേഞ്ച് കഴിഞ്ഞ് വേണ്ടത്? ഞാനത് വരയ്ക്കാം, കാരണം ടൈം പോകുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. അപ്പൊ ഞാൻ ഈ ഹാർഡ്വെയറിന്റെ ഒറ്റ ബ്ലോക്കായിട്ട് വരയ്ക്കാം കേട്ടോ. നമ്മുടെ ഹാർഡ്വെയർ എന്ന് പറയുന്നത് 4-bit റിപ്പിൾ ക്യാരി ആർഡർ ആണ്. ഇവിടെ ഒരു ക്യാരി ഇൻ ഉണ്ട്, 4 XOR ഉണ്ട്, ഉണ്ട്. One second.
ഓക്കെ, നമ്മൾ വരച്ചുകൊണ്ടിരുന്നത് ഒരു 4-bit റിപ്പിൾ ക്യാരി ആഡർ 4-bit റിപ്പിൾ ക്യാരി ആഡർ ഉണ്ടായിരുന്നു. അതിൽ XOR ഗേറ്റ്സ് 1, XOR 2, XOR 3, XOR 4 ഇതെല്ലാത്തിനെയും ക്യാരി ഇന്നായിട്ട് ഷോർട്ട് ചെയ്തിട്ടൊരു ഇൻപുട്ട് കൊടുത്തിരുന്നു. ദിസ് വൺ, ദിസ് വൺ, ദിസ് വൺ, ദിസ് വൺ. ദെൻ ഇവിടെ B3, B2, B4, B3, B2, B1 ഇങ്ങനെ കൊടുത്തു. ദെൻ ആഫ്റ്റർ അതോടൊപ്പം തന്നെ A1, A4, A3, A2, A1 ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ വരുന്ന MSB ഇവിടെ റിസൾട്ട് വരുമ്പോൾ 4 ബിറ്റ് റിസൾട്ട് വരും. ഇതിൽ ദിസ് ഇസ് S4, ദിസ് ഇസ് S3, ദിസ് ഇസ് S2, S1. നമ്മൾ 2-4 ചെയ്തു. 2-4 ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ട് 1110 ആയിരുന്നു. പക്ഷെ ഇതിന്റെ MSB 1 ആണ്. അപ്പോൾ റിസൾട്ട് നെഗറ്റീവ് ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ MSB 1 ആണെങ്കിൽ അതിന്റെ 2's കോംപ്ലിമെന്റ് എടുക്കുക. ഇതിലാണ് റിസൾട്ട് മാഗ്നിറ്റ്യൂഡ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഹാർഡ്വെയറിനെ ഞാൻ ഒന്ന് മോഡിഫൈ ചെയ്യാൻ പോവാം. ഈ RC എടുത്തു. ഈ RCയുടെ റിസൾട്ട് നേരെ പോകുന്നത് വേറൊരു RC മൊഡ്യൂളിലേക്കാണ്. അവിടെ ഇതുപോലെ തന്നെ 4 XOR ഗേറ്റ് ഉണ്ടാവും. S1 ഇങ്ങോട്ട് കൊടുക്കുക, S2 ഇവിടെ കൊടുക്കുക, S3 ഇവിടെ കൊടുക്കുക, S4 ഇവിടെ കൊടുക്കുക. അതുപോലെ തന്നെ ഈ സെയിം ഇതെടുത്തിട്ട് ക്യാരി ഇന്നിലേക്ക് കൊടുക്കുക. അത് സോറിന്ന് ക്യാരി ഇന്നിലേക്ക് ഇവിടെ കൊടുക്കുക. ക്യാരി ഓക്കെ, കണക്ട് ചെയ്യുക. ബാക്കി എയുടെ ഇൻപുട്ട് എല്ലാം ഗ്രൗണ്ട് ചെയ്യുക. ദിസ് ഇസ് ഗ്രൗണ്ട്, ദിസ് ഇസ് ഗ്രൗണ്ട്, ഗ്രൗണ്ട്, ഗ്രൗണ്ട്. സോ ദിസ് ഇസ് A4, A3, A2, A1 എല്ലാം ഗ്രൗണ്ട് ചെയ്തു. S4, S3, S1, S2 കോംപ്ലിമെന്റ് ചെയ്ത് കൊടുത്തു. ഇത് സെയിം 4-bit ട്രിപ്പിൾ ക്യാരി ആഡർ തന്നെയാണ്. ഇതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് ആയിരിക്കും ഏത് കണ്ടീഷൻ വന്നാലും പ്രോപ്പറായിട്ട് വാല്യൂ വരുന്ന റിസൾട്ട്. അതോടൊപ്പം തന്നെ സൈൻ റെപ്രസെന്റ് ചെയ്യാനായിട്ട് S4 തന്നെ സെപ്പറേറ്റ് ആയിട്ട് സൈൻ ബിറ്റ് ആയിട്ട് ഒരു LED കണക്ട് ചെയ്താൽ മതി. ഹാർഡ്വെയർ ചെയ്യുമ്പോൾ ഒരു LED കണക്ട് ചെയ്യുക. അപ്പോൾ S4ന്റെ വാല്യൂ 1 ആണെങ്കിൽ ഇവിടെ 1 വരും. 1 ഗ്ലോ ചെയ്യും. ഗ്ലോ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് നെഗറ്റീവ് ആണ്. 0 വന്നു കഴിഞ്ഞാൽ റിസൾട്ട് പോസിറ്റീവ്. ഈ ഹാർഡ്വെയർ ക്ലിയർ ആണോ? അതോ ഇത് ഒന്നുകൂടി ചെയ്യണം? ഞാൻ പറഞ്ഞു തരാൻ വേണമെങ്കിൽ ഇപ്പൊ ഈ കണ്ടീഷൻ വന്നു 1100 1110 ഇത് വന്നു. നമുക്ക് ഈ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് യൂസറിന് മനസ്സിലാവില്ല ഇതെന്താണ് വാല്യൂ. അപ്പൊ നമ്മൾ നേരെ XORലേക്ക് കൊടുത്തു. അപ്പൊ ക്യാരി ഇന്ന് 1 ആണ്. അപ്പൊ XORലെ എല്ലാ ബിറ്റും 1 ആണ്. അപ്പൊ ഈ 1 0 ആവും, 0 1 ആവും. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 0 0 0 1 കിട്ടും. +1 ഇവിടെ ചെയ്യും, +1 ഇവിടെ ചെയ്യും. അപ്പൊ നമുക്ക് റിസൾട്ട് കിട്ടുന്നത് എന്തായിരിക്കും? 0 0 1 0 റിസൾട്ട് കിട്ടും. അതുപോലെ തന്നെ സൈൻ നമുക്ക് ഈ LED വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പൊ 2 ആഡർ ട്രിപ്പിൾ ക്യാരി ആഡർ മൊഡ്യൂൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഹാർഡ്വെയറിന് തന്നെ ആഡർ ബാർ സബ്ട്രാക്ടർ മൊഡ്യൂൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഒറ്റ ഹാർഡ്വെയർ ആണത്. ഈ ഒറ്റ ഹാർഡ്വെയർ വെച്ചുകൊണ്ട് നമുക്ക് 4-bit നമ്പേഴ്സിന്റെ അഡീഷനും ചെയ്യാൻ പറ്റും, സബ്ട്രാക്ഷനും ചെയ്യാൻ പറ്റും. ഡിസൈഡ് ചെയ്യുന്ന ആളെന്ന് പറയുന്നത് ക്യാരി ഇൻ ആണ്. ക്യാരി ഇൻ ഈസ് ഇക്വൽ ടു 1 ആണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻ സബ്ട്രാക്ഷൻ ആണ്. ക്യാരി ഇൻ ഈസ് ഇക്വൽ ടു 0 ആണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻ അഡീഷൻ ആണ്. ഈ കോൺസെപ്റ്റ് ക്ലിയർ ആയോ? ഹലോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. വളരെ സിമ്പിൾ ആണ് ലോജിക് സർക്യൂട്ട് ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളിപ്പോൾ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിയൽ ലൈഫ് പ്രൊഡക്ട്സിൽ യൂസ് ചെയ്യുന്ന കൺട്രോളറിൽ അല്ലെങ്കിൽ പ്രൊസസ്സറിന്റെ അകത്തുള്ള ഒരു ALUയിലുള്ള ഒരു ആഡർ ബാർ സബ്ട്രാക്ടർ മൊഡ്യൂൾ ഡിസൈൻ ചെയ്തു. ശരിക്കും നിങ്ങൾ ഇതാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇത് എത്ര ബിറ്റിന്റെയാണ്? 4 ബിറ്റിന്റെയാണ്. പക്ഷെ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നിട്ടുള്ള സിസ്റ്റം നോക്കാം. ഇപ്പൊ ഞാൻ എൻ്റെ ലാപ്ടോപ്പ് എടുക്കുകയാണ്.
ഈ ലാപ്ടോപ്പിന്റെ പ്രോപ്പർട്ടീസ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇത് ഒരു 64 ബിറ്റിന്റെ OS-ലാണ് വർക്ക് ചെയ്യുന്നത്. 64 ബിറ്റ് ബേസ് പ്രോസസ്സറാണ്. ഓക്കെ, ഇതാണ് എൻ്റെ സിസ്റ്റം. 64 ബിറ്റ്. അപ്പോൾ നിങ്ങൾ ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു ബേസിക് 4 ബിറ്റിന്റെ ഓപ്പറേഷൻസ് എങ്കിലും അറിഞ്ഞാലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, 64 ബിറ്റ് ഒക്കെ ഉള്ള സിസ്റ്റത്തിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ നമ്മൾ ലാപ്ടോപ്പിലും മൊബൈൽ ഫോണിലൊക്കെ 64 ബിറ്റ് അല്ലെങ്കിൽ 32 ബിറ്റിന്റെ ഹാർഡ്വെയർസ് ആണ് ഉള്ളത്. ബട്ട് നിങ്ങൾ പഠിക്കുന്നത് നോക്കുക, 1 ബിറ്റ്, 2 ബിറ്റ്, 4 ബിറ്റ്, ഇത്രയൊക്കെയാണ് നിങ്ങൾ പഠിക്കുന്നത്. അപ്പൊ ഇതെങ്കിലും നിങ്ങൾ വൃത്തിക്ക് പഠിച്ചാലാണ് നിങ്ങൾക്ക് ഇൻഡസ്ട്രിയിൽ നല്ല ജോലി കിട്ടുള്ളൂ. അപ്പൊ ആ മാപ്പിംഗ് നിങ്ങൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ ഇന്ന് പഠിപ്പിച്ച കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഏതെങ്കിലും നല്ല സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകളോ അല്ലെങ്കിൽ NPTEL അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോഴ്സിന് സൈനപ്പ് ചെയ്യുക, അല്ലെങ്കിൽ MIT ഓപ്പൺ കോഴ്സ്വെയർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ആ വെബ്സൈറ്റ് എടുത്തിട്ട് ലോജിക് സർക്യൂട്ട് ഡിസൈൻ എന്ന് പറഞ്ഞ എന്തെങ്കിലും ഓപ്പൺ കോഴ്സസ് ഉണ്ടോ എന്ന് നോക്കുക, അല്ലെങ്കിൽ കോഴ്സറയിൽ ഏതെങ്കിലും കോഴ്സ് ഉണ്ടോ എന്ന് നോക്കുക. ഇനി ഇൻ കേസ് കോഴ്സ് രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ യൂട്യൂബ് പോയിട്ട് ലോജിക് സർക്യൂട്ട് ഡിസൈനിന്റെ ഏതെങ്കിലും വീഡിയോസ് എടുത്ത് കാണുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ കോഴ്സിന്റെ ഇമ്പോർട്ടൻസ്. നിങ്ങൾ ഈ LCD പഠിച്ചു കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ്, LCDയുടെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് മൈക്രോ പ്രൊസസ്സർ ആൻഡ് മൈക്രോ കൺട്രോളർ, കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ഒക്കെ വരുന്നത്. അതിന്റെ കണ്ടിന്യൂഷനാണ് എംബഡഡ് സിസ്റ്റം എല്ലാം വരുന്നത്, റോബോട്ടിക്സ് ഒക്കെ വരുന്നത്. അപ്പൊ ഈ കോഴ്സൊക്കെ പഠിക്കണമെങ്കിൽ ഇതിന്റെ ഒരു ഫണ്ടമെന്റൽ വേണം. അപ്പൊ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഇൻഡസ്ട്രി, VLSI ഇൻഡസ്ട്രി, റോബോട്ടിക്സ് ഇൻഡസ്ട്രി, എംബഡഡ് സിസ്റ്റം ഇൻഡസ്ട്രി, അങ്ങനെ പല ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ പഠിക്കുന്നത് വളരെ പാഷനേറ്റ് ആയിട്ട് പഠിക്കുക. പിന്നെ S3 പ്ലസ് S4 ഈ 2 സെമസ്റ്ററിലെ സബ്ജക്ട്സ് വെച്ചിട്ടായിരിക്കും ഗേറ്റ്, ഡിഫറെന്റ് പബ്ലിക് സെക്ടർ യൂണിറ്റ് എക്സാം, ISRO, ബാർക്ക്, ബാബ ആറ്റോമിക് റിസർച്ച് സെന്റർ, ഇങ്ങനെയുള്ള എല്ലാ സെക്ടർസിലും വരുന്ന സിലബസിൽ നിങ്ങൾക്ക് S3 ആൻഡ് S4 എല്ലാ സബ്ജക്ട്സ് ആയിരിക്കും. ഇത് വളരെ കെയർഫുൾ ആയിട്ട് പഠിക്കുക. അപ്പൊ ഞാനിന്ന് വൈൻഡപ്പ് ചെയ്യാണ്. ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ വൃത്തിക്ക് നോക്കുക. പറ്റുമെങ്കിൽ നിങ്ങൾ ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഹാർഡ്വെയർ ഉണ്ടല്ലോ, 4 ബിറ്റ് ആഡർ ബാർ സബ്ട്രാക്ടർ സർക്യൂട്ട്, ഇതിന്റെ പേരാണ് 4 ബിറ്റ് ആഡർ ബാർ സബ്ട്രാക്ടർ സർക്യൂട്ട്. ഈ ഒരു സിസ്റ്റത്തിന്റെ HDL കോഡ്, ഹാർഡ്വെയർ ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജ് എഴുതിയിട്ട് ഒന്ന് റെഡി ആയിട്ട് വെക്കുക. അടുത്ത ക്ലാസ്സിൽ ഞാനത് ചോദിക്കാം. നിങ്ങൾ പറയുന്ന പ്രോഗ്രാം ഞാൻ എഴുതും. അത് വെരിലോഗിൽ നമുക്ക് ഫങ്ഷനാലിറ്റി, ഹാർഡ്വെയർ സ്കീമാറ്റിക്സ് ഒക്കെ വെരിഫൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഐ ഹോപ്പ് ദിസ് സെഷൻ ഈസ് ക്ലിയർ ടു യു. ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.